അമൃത് ഭാരത് പദ്ധതിയുടെയും വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെയും ഭാഗമായി റെയിൽവേ പാലക്കാട് ഡിവിഷൻ വിവിധ ജില്ലകളിലെ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വികസിത ഭാരതം വികസിത റെയിൽവേ എന്ന വിഷയത്തിലായിരുന്നു മത്സരം. മത്സര വിജയികൾ മറ്റന്നാൾ നടക്കുന്ന അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ച റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെയാണ് രാജ്യത്തെ 554 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. കണ്ണൂർ താവക്കര ഗവൺമെന്റ് UP സ്കൂളിൽ മത്സരത്തിൽ വിജയികളായവർ തങ്ങളുടെ വികസന കാഴ്ചപ്പാട് ദൂരദർശനോട് പങ്കുവച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം കുറവാണിപ്പോൾ. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറേ ആൾക്കാർ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോച്ചുകളാണ് ഇപ്പോൾ മതിയാവുന്നില്ല. ഈയിടെ തന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് പ്രസംഗ മത്സരത്തിന് പോയപ്പോൾ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വന്നത്. എനിക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറേണ്ടി വന്നു. അപ്പോൾ ഈ സ്ലീപ്പേഴ്സിൻ്റെ ഒക്കെ കോച്ചുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അത് ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും. 2047 ഇന്ത്യ 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വികസനപൂർവമായ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. അതിന് പ്രധാന ഉദാഹരണമാണ് ഈ റെയിൽവേ സ്റ്റേഷനുകൾ. പണ്ട് റെയിൽവേ സ്റ്റേഷന് വൃത്തിഹീനമായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനായി മാറിയിട്ടുണ്ട്. അതേപോലെ ട്രെയിൻ യാത്രാ സൗകര്യമൊക്കെ കൂടിയിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഒട്ടേറെ മാറിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ആയി മാറുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാട് തന്നെ ഇന്ത്യ വളരണമെന്നൊരു സ്വപ്നമാണ് എനിക്കുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നത് റെയിൽവേ ഒരു വാട്ടർ റെയിൽവേ ആകണം. വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങളും നമുക്ക് കാണാനും കൂടി കഴിയണം. 2047 ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ ഒരു നൂറ്റാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആവുന്ന ഒരു വാർഷികമാണ്. അന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് വെച്ചാൽ 2047 നമ്മുടെ ലോകം മുഴുവനുമായി 1ാം സ്ഥാനത്തിൽ വികസിതമായി നിൽക്കണം എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്.